हेलो भाई साहब बोलो कैसे मेरा काम कैसे देखो मेरे को हिंदी ज़्यादा माल नहीं है देखो ठीक है ഓക്കെ പിന്നെ നമ്മളിപ്പോൾ വീഡിയോയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഫസ്റ്റ് നമ്മൾ റിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ റിങ് നമ്മൾ എടുത്തിടുമ്പം റിങ്ങിൻ്റെ ഈ ഊക്ക് ഭാഗം ഉണ്ടല്ലോ, ഈ ഊക്ക് ഭാഗം ഫില്ലറിൻ്റെ 4 ഭാഗത്തേക്ക് വരണം. ഈ ഊക്ക് ഈ കാണിക്കുന്ന ഈ ഊക്ക് ഫില്ലറിൻ്റെ 4 സൈഡിലേക്കും വരണം. അത് അതിൻ്റെ ഒരു പിടുത്താണ്. അതാണ് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ നമ്മൾ റിങ് ഇടുന്നത്. ആ റിങ് ഫില്ലറിൻ്റെ എല്ലാ 4 മൂലയിലേക്ക് വരുമ്പോൾ ഫില്ലർ നല്ല പിടുത്തായിട്ട് വരും. അതോടുകൂടി തന്നെ ഇത് നമ്മൾ മാറ്റിൻ്റെ കമ്പിയാണ്. മാറ്റിൻ്റെ ഫില്ലറിൻ്റെ അടിയിൽ കുയ്യിൻ്റെ മുകളിൽ മാറ്റിൻ്റെ കമ്പിയാണിത്. ഈ മാറ്റിൻ്റെ കമ്പി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് 12ൻ്റെ കമ്പിയാണ്. 12ൻ്റെ കമ്പി 2 സൈഡിലും 4 ഇഞ്ച് എല്ലൊടിക്കണം. ഈ എല്ലൊടിക്കുന്ന ചില ആൾക്കാർ എല്ലായിടത്തും ഇങ്ങനെ കണ്ടുപോകുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. എല്ലൊടിക്കുന്നത് ഈ എല്ലൊടിക്കുന്നത് എന്താ വെച്ചാൽ മോളുള്ള പിടുത്തത്തിന് വേണ്ടിയാണ് എല്ലൊടിക്കുന്നത്. ഓക്കെ, അതോടുകൂടി തന്നെ അത് കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ വന്നിങ്ങോട്ട് ഇത് കെട്ടാണ്. ഇത് കെട്ടുന്ന സമയത്ത് ഈ എല്ല് മോളോട്ടേക്കാണ് കെട്ടേണ്ടത്. എല്ലിനെ കറക്റ്റാക്കി മോളോട്ടാക്കി കെട്ടുക. ഇത് കെട്ടുന്ന സമയത്ത് 6 ഇഞ്ച് ഗ്യാപ്പാണ് ഇട്ടത്, കൂടുതൽ ഗ്യാപ്പ് ഇടരുത്. നമ്മളിത് ലോഡ് താങ്ങുന്നത് മാറ്റും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ 6 ഇഞ്ചിലേക്ക് കെട്ടാവും. 6 ഇഞ്ചും 12ൻ്റെ കമ്പിയാണ് നമ്മൾ വെച്ചത്. ഓക്കെ, അപ്പോഴേ അതെന്താവുള്ളൂ, അതുള്ള മിയായിട്ട് വരുള്ളൂ. നമ്മളെപ്പോഴും അടിയിലെ പണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നിസ്സാരാക്കി കാണാൻ പാടില്ല. ഫില്ലറിൻ്റെ പണി അതേമാതിരി വീടിൻ്റെ തറപ്പണി ഇതൊക്കെ തന്നെ അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് പണികൾ തന്നെയാണ്. അത് ചെയ്യുമ്പോൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മൾ നോർമലാക്കാൻ പാടില്ല. അതേപോലെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് ഫില്ലർ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് മാറ്റിൻ്റെ പണി കഴിഞ്ഞാൽ ഫില്ലറാണ്. ഈ ഫില്ലറിൻ്റെ കമ്പി 60ലാണ് നമ്മളിത് ഓടിക്കേണ്ടത്. 60 ഗ്യാപ്പിൽ നമുക്ക് ഓടിച്ചാലേ ഇതിൻ്റെ മൂലയിലൊക്കെ നമ്മൾ കമ്പി ഇടുമ്പോൾ നമ്മൾ ലേശം വൈഡാക്കി വെക്കല്ലോ, ക്രോസ് ആക്കി വെക്കല്ലോ, അത് കിട്ടാൻ വേണ്ടി 60 അടിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് 90 ഡിഗ്രിയിലായിരിക്കണം കണ്ടോ. അത് നമ്മൾ എല്ലാം അടിച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കണം. അത് 90 ഡിഗ്രി ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫില്ലർ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ ഫില്ലർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകില്ല, ഫില്ലർ കറക്റ്റ് നിന്ന് വരും. ഓക്കെ, അതുകൊണ്ടാണ് 90 ഡിഗ്രി വെക്കുന്നത്. ഇപ്പം നമ്മളിത് അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഫില്ലർ കെട്ടാണ്. ഈ ഫില്ലർ കെട്ടുന്ന സമയത്ത് നമ്മളിത് ഫില്ലർ കൊടുത്തത് 4 16ൻ്റെ കമ്പിയാണ് കൊടുത്തത്. 4 16ൻ്റെ കമ്പി മൂലയിലും 2 12ൻ്റെ കമ്പി സെൻറ്ററിലും. ഈ റിങ്ങൊക്കെ നമ്മൾ ഗ്യാപ്പിട്ട് കെട്ടിയത് നമ്മൾ 7 ഇഞ്ച് ഗ്യാപ്പിലാട്ടോ. 18ലാണ് നമ്മൾ ഇത് കൊടുത്തത്. ഇതാ ഈ സെൻറ്ററിലിട്ടത് 12ൻ്റെ കമ്പിയാണ്. സെൻറ്ററിൽ പള്ളഭാഗത്ത് കെട്ടിയത് 12ൻ്റെ കമ്പി, 4 മൂലയിലും കെട്ടിയത് 16ൻ്റെ കമ്പി. അത് നമ്മൾ നിർബന്ധമായിട്ട് അത് ചെയ്യണം. അതേമാതിരി നമ്മൾ കമ്പി കെട്ടുന്ന സമയത്ത് ചിറകാക്കി കെട്ടണം. എല്ലാ ഭാഗത്തേക്കും ചിറകാക്കിയിട്ട് വരുന്ന അടിഭാഗം അത് നല്ലൊരു പിടുത്തായിട്ടാണ് വരും. നമ്മൾ ഈ മരത്തിൻ്റെ വേരൊക്കെ പോകുന്നുണ്ട് എല്ലാ ഭാഗത്തും പോകണം. അതേമാതിരി തന്നെയാണ് ഇതിൻ്റെ ഈ 6 കമ്പിയും ചിറകാക്കി കെട്ടണം. അതേപോലെ ഈ ലാപ്പ് ഇടുന്ന കമ്പി ഒക്കെ ഒരേ ലാപ്പ് വരെയത് ഒക്കെ പല രീതിയിലുള്ള ലാപ്പുകളായിരിക്കണം. ഒരേ ലാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ജോയിൻറ്റ് വരും, അത് വരാൻ പാടില്ല. പല കമ്പി, ചെറിയ കമ്പി, വലിയ